കേരളം ഇനി ആര് നയിക്കുമെന്ന് ഞായറാഴ്ച അറിയാം. ദില്ലിയിൽ വെച്ച് ഹൈക്കമാൻഡാണ് പ്രഖ്യാപനം നടത്തുക. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? 3 പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. 1 വി ഡി സതീശൻ, 2 രമേശ് ചെന്നിത്തല, 3 KC വേണുഗോപാൽ. കൊള്ളാം. അതായത് ഞാൻ ഇവിടെ 3 സിംഹാസനം ഇട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ? വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാടെടുക്കുകയാണോ? പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി. ഒപ്പം നിങ്ങളുടെ പതനവും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കും വരെ താൻ, അത് കഴിഞ്ഞാൽ തന്നെ വേണ്ട എന്ന നിലപാടാണെങ്കിൽ താൻ ഇല്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ആ സമ്പ്രദായം ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചരടുവലിയുമായി KC വേണുഗോപാൽ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. 42 പേരുടെ പിന്തുണയുണ്ടെന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. മനസ്സിലായി. പറഞ്ഞത് സ്ഥാനത്തിനായി കടിപിടി കൂടാൻ താനില്ലെന്നും ആ രീതിയിൽ തന്നെ ചിത്രീകരിക്കരുതെന്നും അന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFിൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. നന്നായിട്ടുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകരാ പോട്ടണ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയിലൂടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. കേരളം ഇനി ആര് നയിക്കുമെന്ന് ഞായറാഴ്ച അറിയാം. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായിട്ട്. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാർമാരെ, നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.